ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ രമേശ് ചെന്നിത്തല. സർക്കാർ നടത്തുന്നത് അഴിമതി എന്ന് ചെന്നിത്തല. മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കി കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല. ഉപയോഗശൂന്യമായിട്ട ടീകോം കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇന്നലത്തെ മന്ത്രിസഭാ തീരുമാനം വാഗ്ദാന ലംഘനം നടത്തുകയും കരാർ ലംഘനം നടത്തുകയും ചെയ്ത ടീകോം എന്ന് പറയുന്ന കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റിയാണ് ഗവൺമെന്റ് തീരുമാനിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. ഇതൊരു വൻ അഴിമതി അല്ലെങ്കിൽ പിന്നെ എന്താണ് കേരളത്തിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം 246 ഏക്കർ സ്ഥലം വെറുതെ ഇട്ട് ഒരാൾക്കും തൊഴിൽ കൊടുക്കാതെ വാഗ്ദാന ലംഘനവും കരാർ ലംഘനവും നടത്തിയ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഈ ഗവൺമെന്റ് ആരെ സഹായിക്കുകയാണ്? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി IT മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അന്നത്തെ വാഗ്ദാനമായിരുന്നു 90,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന്. 10 വർഷം കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ ആളുകൾ ജോലിക്കുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയ ആ കമ്പനിക്ക് എങ്ങനെയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇതൊരു വലിയ അഴിമതിയാണ്. മാത്രമല്ല, ടീകോം കമ്പനിയുടെ പ്രതിനിധിയായിരുന്ന ബാജി ജോർജ് എങ്ങനെയാണ് ഈ കമ്പനിയുടെ ഈ ഇവാലുവേഷൻ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയിൽ അംഗമാകുന്നത്? ബാജി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ടീകോമിന്റെ പ്രതിനിധിയായിട്ടാണ് അന്ന് ഈ കരാറിൽ ഒപ്പിട്ടത്. അയാൾ തന്നെ ആ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിയിൽ അംഗമാകുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. അപ്പോൾ ടീകോമിന് വേണ്ടി വൻ തുക സംസ്ഥാന ഖജനാവിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു പിൻവാതിൽ ഇടപാടാണ് ഈ നടക്കുന്നത്. ശരി, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് കണ്ട്. ടീകോം വരുന്ന കാലത്ത് എന്തൊക്കെ വിവാദങ്ങൾ പുകലുകളൊക്കെ ഉണ്ടായതാണ്. കൊച്ചിയെ മാറ്റിമറിക്കുന്ന വികസന പദ്ധതി എന്നതായിരുന്നു അത്. പരിസ്ഥിതി ചട്ടങ്ങൾ പോലും അതിൽ ലംഘിക്കപ്പെട്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ് അന്ന് വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ വലിയ പ്രതിരോധം എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് 90,000 തൊഴിലുണ്ടായിരുന്നു. പക്ഷെ അവരവിടെ വലിയൊരു IT ടവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 90 കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുള്ള ഒരു നഷ്ടപരിഹാരം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. പക്ഷെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത ടീകോം കമ്പനിക്ക് നിന്ന് നഷ്ടപരിഹാരം ഇങ്ങോട്ട് ഈടാക്കുകയാണ്. പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്ന് ഈ ടീകോമിൽ ഉണ്ടായത്. ബാജി ജോർജ് ഇതിന്റെ ഇവാലുവേഷൻ കമ്മിറ്റിയിൽ എങ്ങനെ വന്നു, അതായത് ഈ നഷ്ടപരിഹാരം കിട്ടേണ്ട ആളുടെ പ്രതിനിധി തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പിന്നെ അത് ഉപയോഗിക്കപ്പെടുക എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇനി